പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ദിവസമാണ് കേട്ടോ. ഇതൊന്ന് കണ്ടിന്യൂസ് 9 ദിവസമായി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൃതജ്ഞതയെ പറ്റി പഠിക്കണത്. ഇന്ന് നമ്മൾ കൃതജ്ഞതയിൽ പഠിക്കണത് എന്താണെന്നറിയുമോ? മാന്ത്രിക ചേരുവ എന്നുള്ളതാണ് നമ്മളുടെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും WJ കാമറൂൺ എന്ന് പറഞ്ഞിട്ടൊരു പത്രപ്രവർത്തകനും ബിസിനസ്സുകാരനായിട്ടൊരു ആളുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്. എന്താണെന്നറിയാമോ? കൃതജ്ഞതാഭരിതമായ ഹൃദയം എന്നും വരുന്നുള്ളൂ. അതായത് നമ്മുടെ മനസ്സിൽ നിറവോടെ നമ്മൾക്ക് കൃതജ്ഞത ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്നും എന്തായിരിക്കും, എന്നും സദ്യ കഴിക്കാമെന്ന്. ലൈഫിൽ സദ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോഴുണ്ടല്ലോ, ആ കഴിക്കുന്നതിന് മുമ്പ് ആഹാരത്തിന് നന്ദി പറയുക എന്നുള്ളൊരു ശീലമുണ്ട്. ഞാൻ ആ ശീലമൊക്കെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോൾ മോഡൽ റോസി ആൻറ്റി എന്ന് പറയും. എൻ്റെ ഡാഡിയുടെ പെങ്ങളാണ്. അപ്പോൾ ആൻറ്റി കല്യാണം കഴിച്ചേക്കണത് ഒരു ഫോറിനറിയാണ്. അപ്പോൾ അവരിങ്ങനെ വരുന്ന ഒരു സംസ്കാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ നന്നായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ആ ഓരോ ഭക്ഷണത്തിനെയും ബ്ലെസ് ചെയ്യും. അത് പാകം ചെയ്ത ആൾക്കാർക്ക് നന്ദി പറയും. അത് ശരിക്കും കൃഷി ചെയ്ത ആൾക്കാർക്ക് നന്ദി പറയും. വളരെ കോൺഷ്യസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യും. ഓരോ നേരവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ, വൈകുന്നേരം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അവർ ആ ഒരു സമയം എടുത്തിട്ട് ആ ഭക്ഷണത്തിലേക്ക് ഓടി കഴിക്കാൻ തുടങ്ങുള്ളൂ. അത് അവരുടെ ജീവിത രീതിയാണ്. അപ്പോൾ എന്നെ സത്യത്തിൽ വളരെ ചെറുപ്പം തൊട്ടേ ഈ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഭക്ഷണത്തിന് മുമ്പ് വന്നിട്ട് എന്ത് പറയും? എൻ്റെ അമ്മ ഇതാണോ ഉള്ളത്? ഓ നാശം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തെ കാണുക. പക്ഷെ ആ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തന്നെ. ഇപ്പം എൻ്റെ മോൻ ശരിക്കും പുറത്താണ്. അപ്പോൾ അവൻ ആദ്യത്തെ ഒരു സമയത്തൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഇതാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവന് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്തുണ്ടാക്കിയാലും ഇതാണോ ഉള്ളതെന്ന് ചോദിക്കും. പക്ഷെ ഇപ്പം അപ്പം അന്ന് ഞാൻ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് ഇപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല, പക്ഷെ നിനക്കൊരു സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ അവന് നല്ലോണം ബുദ്ധിമുട്ട് അറിയാം. കാര്യം എന്താ അറിയാമോ? അവിടെ ഭക്ഷണം തന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അവനോട് ചോദിക്കുക എന്തുണ്ടാക്കിയത്. ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡിലുണ്ടല്ലോ, അവർ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ അവൻ പറയും, ഞാൻ ഇന്ന് റൈസും വളരെ എളുപ്പമുള്ള പനീറാണ് ഉണ്ടാക്കിയത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ഇതേ ഉള്ള ഇതേ ഉള്ളൂ. നമ്മുടെ നാട് പോലെയല്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരു കറിയൊക്കെ മതി, അല്ലെങ്കിൽ ഡാലും മതി, അല്ലെങ്കിൽ ഒരു ധാന്യം മതി. അത്രയും അവൻ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. അവനിപ്പോൾ ഒരു ബുദ്ധിമുട്ട് അറിയാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ നല്ല നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ബുദ്ധിമുട്ടാവും നമ്മുടെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ മക്കൾക്കൊക്കെ ഒന്നും കൊടുക്കാനില്ലാഞ്ഞിട്ട് വളരെയധികം കഷ്ടപ്പെട്ട ഒത്തിരി ബുദ്ധിമുട്ടുകൾ എന്നോട് എൻ്റെ അമ്മൂമ്മയൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി ഭാഗ്യമുള്ള ഒരാളാണ്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടോ വിശന്നിരുന്ന ഒരു മൊമെൻറ്റ് പോലും എൻ്റെ ലൈഫിലില്ല. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾക്കൊരു നേരം നമ്മൾ ആലോചിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊന്ന് ട്രാവൽ ചെയ്യുവാന്നിരിക്കാം. അപ്പോൾ അന്ന് ഇപ്പം പിന്നെ അത്ര വലിയ ഹർത്താൽ കേൾക്കില്ല. പണ്ടൊക്കെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്നായിരിക്കും പറയണത് ഇന്ന് ഹർത്താലാണ്. അപ്പോൾ ഒരു ഹോട്ടലും തുറക്കില്ല. നമ്മൾ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയേക്കണേ. പക്ഷെ ഇന്ന് വൈകുന്നേരമായിട്ടും ഒരു പച്ച വെള്ളം പോലും കഴിക്കാൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തല കറങ്ങാൻ തുടങ്ങും, നിങ്ങളുടെ ശരീരം വേർക്കാൻ തുടങ്ങും, നിങ്ങളുടെ മനോനില തന്നെ മാറും. വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണു കാണാൻ പറ്റില്ല, അല്ലെ ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുറച്ച് നേരം ഒന്ന് വിശന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അവസ്ഥ എന്താ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കാരണം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം. ഈ നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നല്ല ചിന്ത വരില്ല, നല്ല മാനസികാവസ്ഥയിൽ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളെ നിലനിർത്തുന്ന ഈ ഭക്ഷണത്തിന് നമ്മൾ എന്നും നന്ദിയുള്ളവരാവണം. അപ്പോൾ എത്ര നമ്മൾക്ക് കിട്ടുന്നതിൽ നന്ദി കാണിക്കാൻ പറ്റണോ അത്രയും നല്ല ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറയണം. ഭക്ഷണം കഴിക്കാൻ പോണതിന് മുമ്പ് തന്നെ ആ ആഹാരത്തിന് നമ്മൾ നന്ദി പറയണം. കാര്യം പുരാതന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണ്ടേ നല്ല നമ്മളുടെ ഒരു സിസ്റ്റം തന്നെ അതായിരുന്നു. ആൾക്കാർ ഒത്തിരി അധികം ആളുകൾ ഒരു നന്ദി പറയുക എന്ന് പറയുന്നത് അവരുടെ ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എല്ലാം കിട്ടി വന്നപ്പോൾ
നമ്മുടെ നല്ല ശീലങ്ങളൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇന്ന് എന്തായി, ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമായിട്ട് മാറി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ബുദ്ധിമുട്ടുകൾ മാറ്റണമെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ നന്ദി പറയുക. അപ്പോൾ ഈ ഒരു നന്ദിയുടെ ശീലം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫിന് ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തവണയും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറന്നു പോയെങ്കിലുണ്ടല്ലോ, ആ ഓർക്കണ സമയത്ത് അപ്പം തന്നെ ആ കിട്ടിയ ഭക്ഷണം നന്ദി പറയണം കേട്ടോ. അത് ഇന്ന് മുതൽ അങ്ങനെ ശീലിക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യാം. കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാ? കർഷകരാണ്. സത്യത്തിൽ അവരുടെ ജീവിതം ഞാൻ പലപ്പോഴും പല കർഷകരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് ഒരു ജീവിത പുരോഗതിയില്ല. കാര്യം അവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിന് വിലയുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ കഷ്ടമാണ്. ഇപ്പോൾ ഒരു മഴ വന്നാൽ തന്നെ പല ആൾക്കാരുടെയും കൃഷി നശിക്കും. അപ്പോൾ ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണേ. അപ്പം നമ്മൾ പക്ഷേ അവർക്ക് കറക്റ്റായിട്ട് വില കൊടുക്കില്ല. കൂടുതലും കാശുണ്ടാക്കണേ മിഡിലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെങ്കിൽ ഇവരുടെ അധ്വാനത്തെ കാണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. അവർ ഇത്രയും ശുദ്ധമായിട്ടുള്ള പഴവും പച്ചക്കറിയൊക്കെ തന്നുകൊണ്ടാണ് നമ്മളുടെ ജീവിതം നന്നായിട്ട് പോണത്. പക്ഷെ തമിഴ്നാട്ടുകാർ നമുക്ക് മുഴുവൻ തന്നെ നമുക്ക് വേണ്ടിയിട്ട് വിഷമാണ് തന്നെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നല്ല ചെടി വെക്കണം, നല്ലൊരു ആഹാരം ഉണ്ടാക്കാനായിട്ടും കൂടി നമ്മൾ നോക്കണം. കാര്യം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പണ്ടൊക്കെ കൃഷിയിലൊക്കെ കുറച്ച് സമയമൊക്കെ കൊടുക്കുമായിരുന്നു. നമുക്ക് നല്ല ആഹാരം തന്നെ എന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു. നമ്മളിപ്പോൾ ഒത്തിരി തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിലേക്ക് പോയപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്നുള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ തന്നെ ഓരോ കാര്യങ്ങൾക്കും, ഓരോ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് തൊട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ തരുന്നവർക്ക് തൊട്ട് ഓരോ ആൾക്കാർക്കും നമ്മൾ കൃതജ്ഞത അർപ്പിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുറന്നു വെച്ചേക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ആവാം, ആ റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്യുന്ന ഷെഫ് ആവാം, സൂപ്പർ മാർക്കറ്റിലെ ബില്ലടിച്ച ആളാവാം, നമ്മളെ സപ്പോർട്ട് ചെയ്ത ആ കുട്ടിയാവാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. കാര്യം ഇപ്പോൾ കർഷകരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ട്രക്കിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ അവർ എത്തിക്കണേ. അപ്പോൾ അത് എത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ജീവിതം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എഫേർട്ട്ലെസ് ആക്കണ ഒത്തിരി സർവീസുകളുണ്ട്. നമ്മുടെ ബസ് കയറുമ്പോഴത്തേക്കും ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ, കണ്ടക്ടർ, അങ്ങനെയുള്ള ഓരോരോ ആളുകളെയും നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിനെ എഫേർട്ട്ലെസ് ആക്കണ ഓരോ ആൾക്കാർ. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആ റിസപ്ഷനിസ്റ്റ് തൊട്ട് നേഴ്സ് തൊട്ട് ഡോക്ടേഴ്സ് തൊട്ട് ഒത്തിരി ആൾക്കാരുടെ അത്രയും കഠിന അധ്വാനമാണ് നമ്മളുടെ ജീവിതത്തെ എളുപ്പമുള്ളതാക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾക്ക് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദാഹം മാറുന്നത്. ഈ വെള്ളമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതാണ് നമ്മളുടെ ജീവനെ നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഒത്തിരി അധികം മൃഗങ്ങളും മനുഷ്യരും സസ്യജാലങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് കിട്ടുന്നത്. പണ്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വീടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കോൺക്രീറ്റ് നല്ല വീടുകളാണ് നമുക്കെല്ലാം. പണ്ട് നമുക്ക് ശരിക്കും ഒരു കൂരയിലൊക്കെ താമസിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പാമ്പ് കയറി വരും, എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു നമ്മളുടെ പണ്ടുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. AC ഉണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, മിക്സി ഉണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഇവയ്ക്കുള്ള എല്ലാത്തിനും നമ്മൾ കൃതജ്ഞത അർപ്പിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് ശരിക്കും മാന്ത്രികമായിട്ട് എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ഭക്ഷണമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ആ ഭക്ഷണം നമ്മളുടെ ദൈവത്തിൻ്റെ പ്രകൃതിയുടെ ദാനമാണ്. അപ്പോൾ ആ ഒരു ദാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്ദി അർപ്പിക്കും തോറും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിലേക്ക് കൂടുതൽ അഭിവൃദ്ധി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും നമ്മൾ നന്ദി പറയുക. നമ്മുടെ ഈ ഒരു ഭൂമി എന്തുകൊണ്ടാണ് ഇത്രയും മാന്ത്രികമായിട്ട് നിൽക്കുന്നത്? ജലം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ജലത്തിന് നന്ദി പറയുക. വെള്ളമില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല, സസ്യജാലങ്ങളില്ല, മനുഷ്യരുണ്ടാവില്ല, മൃഗങ്ങളില്ല, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കുളിക്കാനായിട്ടാണെങ്കിലും പല്ല് തേക്കാനാണെങ്കിലും നമുക്ക് വെള്ളം വേണം. ആശുപത്രികൾക്കാണെങ്കിൽ എന്തിനും, നമ്മളുടെ എന്ത് നിർമ്മാണത്തിനും എല്ലാത്തിനും നമ്മൾക്ക് എന്ത് വേണം? ജലം വേണം. അപ്പോൾ നമ്മളുടെ ഈ ഭൂമിയിലുള്ള ഓരോ അനുഗ്രഹങ്ങളെയും നമ്മൾ കൗണ്ട് ചെയ്യുക. എല്ലാ സാധനങ്ങൾക്കും
വീടുകൾ, കെട്ടിടങ്ങൾ എല്ലാം, നമ്മൾക്കുള്ള എല്ലാ സമ്പത്തിനും എല്ലാ സൗഭാഗ്യങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ നന്ദി പറയാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വരും. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാം? സാധാരണ ചെയ്യണ പോലെ 10 അനുഗ്രഹങ്ങൾ ലിസ്റ്റ് ചെയ്യുക, നന്ദി പറയുക. എഗെയിൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നതിന് മുമ്പ് സാധാരണ ചെയ്യണ പോലെ രുചിയില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഉള്ളതിൽ കഴിക്കുന്നതിന് മുമ്പ് അല്പനിമിഷം അതിലേക്ക് നോക്കി സന്തോഷത്തോടെ അതിന് നന്ദി പറയുക. അപ്പോൾ ആ ഭക്ഷണമൊക്കെ കിട്ടണ ഓരോന്നിനും നമ്മളൊരു നന്ദി പറഞ്ഞിട്ട് തന്നെ ഒരു മാന്ത്രികമായിട്ട് അതിനെ ബ്ലെസ് ചെയ്യുക, എന്നിട്ടത് കഴിക്കുക. എഗെയിൻ നമ്മുടെ കല്ലെടുക്കുക, കിടക്കാൻ പോണതിന് മുമ്പ് സാധാരണ ചെയ്യണ പോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങളെ പറ്റി നമ്മളിങ്ങനെ ഒന്ന് സിനിമ കാണുന്ന പോലെ കാണുക. എന്നിട്ട് അതിന് ഓരോന്നിനും നന്ദി പറഞ്ഞ് നമ്മുടെ ഗോൾ കാർഡൊക്കെ കണ്ട് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് കാണിച്ച്, അതായത് അതിനെ ഉറപ്പിച്ച് ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് നല്ല ബോധ്യമാക്കിയിട്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.